ഗുഡ് മോർണിംഗ് മിസ്റ്റർ കൃഷ്ണൻകുട്ടി. ഗുഡ് മോർണിംഗ്. എന്താ എല്ലാരും കൂടെ? എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ എങ്ങനെ മറക്കാനാ? എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇരിക്കാൻ ഇവിടെ ഞങ്ങൾ ഇരിക്കാൻ വന്നതല്ല, ഫോട്ടോ എടുക്കാൻ വന്നതാ. പിന്നെന്താ, അകത്തോട്ടിരിക്കാം. ഒരു 3-4 ചായ പെട്ടെന്ന് വെച്ചോടാ. ചേട്ടാ അതേ സദാനന്ദന്റെ സോഹന്റെ അടുത്താണ്. അതല്ല, നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ലേ, സർക്കിൾ ഇൻസ്പെക്ടർ, കക്ഷിയുടെ മോള് 3-4 പെൺപിള്ളേരും ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. അവർക്കാ. പ്ലീസ്. ഒരുമാതിരി ഇതാണോടി നിന്റെ കൃഷ്ണൻകുട്ടി? ചന്ദനക്കുറിയൊക്കെ ഇട്ട ഒരു കിഴങ്ങേശ്വരൻ. അയ്യോ ഈ ക്യാമറ വളരെ വില കൂടിയതാ, ജർമ്മൻ മേക്കാ. ഇരുന്നാണോ നിന്നാണോ എങ്ങനെ? അല്ല, നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലൈറ്റ് ഒക്കെ വെക്കാൻ വളരെ സൗകര്യമായിരിക്കും. നടന്ന് വേർത്ത് വന്നല്ലേ, വേണമെങ്കിൽ ടച്ചപ്പ് ചെയ്യാം. ഇവിടെ ഒരു പൊട്ട, എനിക്ക് വേണ്ട. ഇവിടെ പൊട്ടായിക്കൂടെ? ഇവിടെ നല്ല 1-ാം തരം ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെ നേരിൽ കാണുന്നതിനേക്കാൾ ഗെറ്റപ്പൊക്കെ വേണം ഫോട്ടോയിൽ. അതുകൊണ്ടാ ഫ്ലാഷിൽ തന്നെ വന്നത്. ഇതെന്താ ഗംഭീരമാക്കാം. ആർക്കാടാ ഇത്രയും ചായ? ഫോട്ടോ എടുക്കാൻ കുറച്ച് പെൺപിള്ളേർ വന്നിട്ടുണ്ട്. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞു ഫോട്ടോ സ്റ്റുഡിയോയിൽ ആൾക്കാർ വരുന്നത് ചായ കുടിക്കാനാണോടാ? അല്പം കൂടെ നടത്ത. റെഡി? സ്മൈൽ പ്ലീസ്. നിർത്ത്. ഗുഡ് മോർണിംഗ്. എന്തിനാ ഈ ലൈറ്റ് ഇട്ടിരിക്കുന്നേ? അത് 3 പേര് നിൽക്കുന്നോണ്ട്. 3 പേർക്ക് എന്തിനാ ഈ ലൈറ്റ്? അത് ഇവിടുന്ന് സോഴ്സ് വെച്ചിരിക്കുക. എന്ത് സോഴ്സ്? ഒരു സോഴ്സിന്റെ ആവശ്യമില്ല. ഇവരെന്തിനാ ഇങ്ങനെ നിർത്തിരിക്കുന്നേ? അവര് നിക്കണം എന്നാ പറഞ്ഞത്. അല്ല, ഫ്രെയിം എങ്ങനെ ശരിയാവും? കോമ്പോസിഷൻ എങ്ങനെ ശരിയാവും? അറിയാം. അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി എന്തിനാ വെറുതെ പണിക്ക് പോകുന്നത്? കൃഷ്ണൻകുട്ടി പോന്നേ. വെറുതെ 71 തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ. കുട്ടി സ്വല്പം അങ്ങോട്ട് മാറിക്കുക. കുട്ടി പുറത്തോട്ട്. വെരി ഗുഡ്. സ്മൈൽ. കൃഷ്ണൻകുട്ടി ഈ സ്റ്റുഡിയോയുടെ പാർട്ട്ണർ ആണെന്നല്ലേ പറഞ്ഞത്? അതെ, ഞാനും പാർട്ട്ണറാണ്. എന്നിട്ടാണോ അങ്ങേരുടെ മോശമായ പെരുമാറ്റം? വളരെ മോശം. വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ചായ വാങ്ങിച്ചു കൊടുക്കാൻ ഇതെന്താ ഹോട്ടലാണോ അതോ തന്തയുടെ വകയോ? തന്തയ്ക്ക് മാത്രം പറയരുത്. നിന്റെ തന്തയ്ക്കാണ് പറഞ്ഞതെന്ന് നിനക്ക് എങ്ങനെ അറിയാം? 71 തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ. എങ്ങനെ കൊണ്ടുപോകണം എന്ന് എനിക്കറിയാം. അടങ്ങി ഒതുങ്ങി നിന്നാൽ എല്ലാവർക്കും നല്ലത്. ഏതായാലും തല കക്ഷത്തായി. ഊരി കിട്ടുന്നവരെ കുറെ ക്ഷമിച്ചേ പറ്റൂ. അവരുടെ മുമ്പ് വെച്ച് അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് വിഷമമുള്ളൂ. ഭയങ്കര പോറായി. അവരോട് മുമ്പ് വെച്ച് പറഞ്ഞതാ അയാളുടെ സ്വഭാവം. അടുത്ത നിമിഷം അയാൾ പറഞ്ഞൊക്കെ മറക്കും ചെയ്യും. കണ്ടില്ല വൈകിട്ട് പോകുന്ന നേരം തോള കേട്ടോണ്ട് പറഞ്ഞത് രണ്ടുപേരും കല്യാണത്തിന് വരണം, ഒരുമിച്ച് പോകണമെന്നൊക്കെ. നീ വേണപ്പിക്കോ, ഞാനങ്ങ് വരുന്നില്ല. അയാള് നമ്മളെ രണ്ടുപേരെയും കെട്ടിയെടുത്തോണ്ട് പോകും. നോക്കിക്കോ, അയാൾക്ക് പവർ കാണിക്കണ്ടേ? എന്തോന്ന് വേ കണ്ണല്ലേ മോത്തിരിക്കുന്നു. പ്രായമായൊരു മനുഷ്യനല്ലേ ഇയാളെ പോലെ പ്രായം വരുത്തനെ. നേരം വെളുത്ത നാളെ നാ പോട്ടെ എന്നെ ചാടിക്കുന്നത്. എനിക്ക് ആരെങ്കിലും ചാടിക്കണ്ടേ? ചാടി. കൃഷ്ണൻകുട്ടിയില്ലേ? ഇല്ല, വീട്ടിൽ പോയിരിക്കുക. വൈകിട്ടേ വരൂ. അന്നത്തെ ഫോട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹലുവ പോലില്ലേ? ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമായി. അതുകൊണ്ട് കുറച്ചുകൂടെ ഓർഡർ തരാൻ വന്നതാ. പിന്നെന്താ, നമുക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. വിമൻസ് കോളേജിലെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ വിവരം അറിയാമല്ലോ. ഞാനാ ഈ വർഷത്തെ ചെയർമാൻ, ഇവർ സെക്രട്ടറി. നമുക്ക് ഏതായാലും ഒരു 10-60 ഫോട്ടോ കൂടി എടുക്കേണ്ടി വരും. 60-ഓ 600 ഫോട്ടോ വേണ്ടി എടുക്കാമല്ലോ. അതിന് അഡ്വാൻസ് തരാൻ വന്നതാ. നല്ല കാര്യം. ചില സമയത്ത് സ്വപ്നം ഒത്തുവരുമെന്ന് പറഞ്ഞാൽ ശരിയാ. ഞാൻ ഇന്നലെ രാത്രി ഒരു ഉഗ്ര സ്വപ്നം കണ്ടു. കുറെ അധികം രൂപ അഡ്വാൻസ് കിട്ടുമെന്ന്. അഡ്വാൻസ്. പക്ഷെ ഒരു നിർബന്ധമുണ്ട്. എന്താ അത്? കോളേജിൽ വരുന്നതും ഫോട്ടോ എടുക്കുന്നതും കൃഷ്ണൻകുട്ടി ആയിരിക്കണം. അതെന്താ അങ്ങനെ? അത് യൂണിയന്റെ തീരുമാനമാണ്. ഞാനെടുത്താൽ അലുവ മാതിരി ഇരിക്കും.
ഞങ്ങൾക്ക് അലുവ വേണ്ട, ഫോട്ടോ മതി. എന്നാ അഡ്വാൻസ് ഉണ്ടാ? ഇത്ര ഓർഡറുകൾക്ക് ഞാൻ 500 രൂപ കുറച്ച് അഡ്വാൻസ് വാങ്ങിക്കാറില്ല. അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. 71 തുടങ്ങിയ ഞാൻ ഈ സ്റ്റുഡിയോ. അന്ന് മുതൽ റെസീറ്റ് പിന്നെ തരാം. അവിടെ നിന്നോളൂ, കുഴപ്പമൊന്നുമില്ല. അല്ല, ചേട്ടൻ തന്നെ വന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയുമ്പോ ഞാൻ എന്തോ മനസ്സിലാക്കണ്ടേ? സർക്കിൾ അവസാനം കയറിയ ഞമ്മായി അച്ഛനാവോ? അവർക്ക് മാത്രമേ ഉള്ളൂ എന്നോട് അല്പമെങ്കിലും സഹതാപം. ഏതായാലും ചേട്ടൻ കോൾ അടിച്ചില്ലേ? ഇനി കുറെ നാള് കയറി ഇറങ്ങിക്കൂടെ തേരാ പാര വിമൻസ് കോളേജില്? ആർക്ക് കിട്ടും ഈ പരമ ഭാഗ്യം? വിമൻസ് കോളേജിലെ പെമ്പിള്ളേന്ന് എന്തുവാ ചേട്ടാ? എനിക്കും അതാ ബുദ്ധിമുട്ട്. ഈ പെമ്പിള്ളേര് മാത്രം പഠിക്കുന്ന കോളേജിൽ പോയി ഞാൻ ആദ്യമായിട്ടാ ഫോട്ടോ എടുക്കുന്നത്. അതിനെന്തോന്നാ കുഴപ്പം? നാളെ ചേട്ടൻ ഈ കണസാവണ മുണ്ട് ഷർട്ടൊക്കെ ഒന്ന് മാറ്റി ടിപ്പ് ടോപ്പിൽ ഒരു പാന്റ് ഷർട്ടും ഫിറ്റ് ചെയ്യണം. എന്റെ ഉണ്ട് ഒരു ടിപ്പ് ടോപ്പ് ബനിയൻ. നമ്മൾ രണ്ടുപേരും വിമൻസ് കോളേജിലേക്ക് കയറി ചെല്ലുന്നു. സുരസുന്ദരികളായ വിമൻസ് കോളേജിലെ പെൺകുട്ടികളുടെ ആ തിക്കിലൂടെ തിരക്കിലൂടെ തൊട്ടും തൊടാതെയും ചേട്ടൻ ക്യാമറ ക്ലിക്ക് ചെയ്യും, ഞാൻ ഫ്ലാഷ് മിന്നും. എനിക്കും ചേട്ടനും ചുറ്റും തുളുമ്പുന്ന പെൺകിടാങ്ങളുടെ മഹാസാഗരം. ചേട്ടാ, നമ്മൾ ഇപ്പോഴേ ഇത്രയും വൈകി. ഇന്ന് മാത്രം എന്താ ചേട്ടൻ നിർബന്ധം അമ്പലത്തിൽ പോകണമെന്ന്? അതെനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസമാണ്. ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയി ഒരു തേങ്ങ അടിക്കണം. അത് കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര ധൈര്യമാണ്. വാട്ടോ പോ. ഗണേശ, എന്താട്ടോ? അല്ല എന്താന്ന്? എറിഞ്ഞിട്ടും ആ തേങ്ങ പൊട്ടിയില്ലല്ലോ. കല്ലിലല്ല ചാക്കിൽ തേങ്ങ എറിഞ്ഞാ പിന്നെ ഇനി ചേട്ടനല്ല ജെയിംസ് ബോണ്ട് അറിയാലും പൊട്ടത്തില്ല. എന്നാലും പൊട്ടിയില്ലല്ലോ. വരുന്നില്ലേ? സമയായി. എന്താ താനിതുവരെ പോയില്ലേ? പോവാണ്. ഇവനെവിടെ പോകുന്നു? ഞാൻ ചേട്ടന്റെ ഫ്ലാഷ്. ചേട്ടന്റെ ഫ്ലാഷോ? എന്താ ഒറ്റക്കെടുക്കാറായില്ലേ? അത് നീ അവിടെ നിൽക്കേ, രാവിലെ ബാങ്കിലൊക്കെ പോകേണ്ട കാര്യമുണ്ട്. ഇതെന്താ പിക്നിക്കോ? ചെല്ലാ സ്റ്റുഡിയോട്ട്. ഞാൻ പോവാ. ചെല്ലടാ സ്റ്റുഡിയോട്ട്. വിമൻസ് കോളേജിൽ പോയി ഞാൻ ഒന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചപ്പോ എന്തടാ സദാനന്ദ നിനക്കൊരു കണ്ണേടി? നീ നരച്ച കുറച്ച് കളവനാടാ. ഞാനേ യുവ രക്തമാ. എങ്ങാനൊരു തോക്കന്റെ ഒത്ത് കിട്ടിയോ? എന്തുവാടാ കാലത്തെ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്നേ? ഭയങ്കര പൊടി. എത്ര തുടച്ചിട്ടും പൊടി പോകുന്നില്ല. എടാ, എന്റെ ഫോട്ടോയിൽ പൊടി പിടിക്കുമ്പോ അത് തുടച്ചു കളയാൻ നിന്നെപ്പോലെ ഒരുത്തിന് ഇവിടെ ഇല്ലേ? അതാടാ ഈ ഫ്ലാഷിന്റെ ഐശ്വര്യം. ഇടാളിയാ, ലാ കോളേജിന്റെ അന്തസ് കളയുന്ന പണിയൊന്നും കാണിച്ചേക്കരുതേ. ഈ കഞ്ചാവിന്റെ പോയെല്ലാം കൂടെ അകത്ത് ചെന്നാ നീ വെറും കാണ്ടാമൃത്തെ പോലെ ആയിപ്പോവും. വർഷത്തിൽ 1-2 ദിവസമേ നമുക്ക് വിമൻസ് കോളേജിനകത്ത് തരാൻ ലൈസൻസ് ഉള്ളൂ. അന്നൊക്കെ പോകുന്നത് വിളയാറണം. അല്ലയാ, സമയം പോകുന്നു, താങ്കളും പോകുന്നു. അതിനു മുമ്പ് നമുക്ക് അവരുടെ ക്ഷേമം ഒന്ന് അന്വേഷിക്കണ്ടേ? ഒരു മൈൻഡില്ലല്ലോ കിടാങ്ങളെ. അയൽവക്കം ആയതുകൊണ്ടാ ലാ കോളേജിൽ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഒരു ചടങ്ങിനായി ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാനെന്താടി നിന്റെ വേലക്കാരനോ? എടാപാടാന്ന് വിളിക്കാൻ? ഞാൻ മാറാതെ ഇവിടെ വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മുമ്പോട്ട് ഇങ്ങനെ നടന്നു വന്നാലും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒക്കെ ചെയ്താലും നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇത് പോലീസിൽ അറിയിച്ചേ പറ്റൂ. അക്രമത്തിനും ഇല്ലേ വരാതിര്? ഇവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പരസ്യമായി ചുംബിക്കുക, ബലാത്കാരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും ഇല്ലേ മാഡം ഒരു ഉത്തരവാദിത്തം? മാഡം പോലീസിനെ വിളിച്ചേ പറ്റൂ. ഹലോ, യെസ്. ഇത് വിമൻസ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ ആണ്. ഗുഡ് മോർണിംഗ് മാഡം. എന്ത് സത്യമാണേ പറയുന്നത്? ഞങ്ങൾ ഉടനെ എത്താം. പക്ഷെ ആള് മാറിപ്പോൻ പാടില്ലല്ലോ.
ആളിനെ കുറിച്ച് എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? കുട്ടിയോട് മര്യാദ ഇല്ലാതെ പെരുമാറിയ ആള് എന്ത് വിഷമായിട്ടിരുന്നെന്ന് ഓർമ്മയുണ്ടോ? അത് ഗേറ്റ് കടന്നു വരുമ്പോ നിങ്ങൾക്ക് കാണാം. അയാളുടെ വേഷം വെള്ള പാന്റും ചുവന്ന ഷർട്ടും. കൃഷ്ണൻകുട്ടി, ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും നല്ല നടി, ഏറ്റവും നല്ല ഗായിക, ഏറ്റവും വലിയ ചട്ടമ്പി. ഇവരൊരുമിച്ചുള്ള ഒരു ഫോട്ടോ എനിക്ക് വേണം കേട്ടോ. ഞാനിപ്പോ വരാം. അങ്ങോട്ട് ചേർന്ന് അയ്യോ പോലീസ്, ഓടിക്കോ! അയ്യോ പോലീസ്! അയ്യോ പയ്യ എന്റെ സാധനം. പോലീസ് പിടിച്ചിടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഓടിയെത്തി പാപ്പ. പക്ഷെ അതിന്റെ കൃഷ്ണൻകുട്ടിക്ക് ഒരു 3-4 കിട്ടി കാണും. ഓ, ഇയാളുടെ ഒരു വല്ലാത്ത ജാതകമാണല്ലോ. ഇവ പതുക്കെ. ചേട്ടാ, ഈ പോലീസുകാർക്കുള്ള ഒറ്റ കുഴപ്പം ഇതാ, ആമാർ എന്തെങ്കിലും ചെയ്താൽ മർമ്മം നോക്കിയേ ചെയ്യൂ. നല്ല കാലത്തിനാ സൂസി അപ്പൊ ഓടിയെത്തിയത്. ഏത് കഷ്ടകാല സമയത്താണോ എന്തോ ചുവന്ന ഷട്ടാ എനിക്ക് തോന്നിയത്. നീയാ പറഞ്ഞത്. ഞാൻ അങ്ങനെ അറിയുന്നത് മറ്റവൻ ചുവന്ന ഷട്ടാടുന്നതെന്ന്. തേങ്ങ ഉടയായിരുന്നു എന്റെ മനസ്സ് വിഷമിച്ചപ്പോ നീ എന്നെ കളിയാക്കിയില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ ഇതിലൊക്കെ കാര്യം ഉണ്ടെന്നുള്ള കാര്യം. ആ പലിശക്കാരനാണെങ്കിലേ ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട. ആക്കല